Dear students, we continue our discussion on the thermodynamics of Fermi systems. So in this lecture, I will be discussing about Fermi energy and Fermi momentum. Okay, what is the definition of Fermi energy and Fermi momentum? And we will derive an expression for the energy and momentum at the Fermi surface. Now, in the low temperature limit, as the temperature goes to 0, this parameter n lambda cube by g, which is appearing in the expansion of the thermodynamic variable like a specific heat. Okay, now this variable where n is the particle number density, capital N by V, and lambda is the mean thermal de Broglie wavelength, which is given by h by square root of 2m pi kt raised to half, and g is the weight factor which arising from the internal structure of the particle. Okay, this factor goes to infinity in the limit temperature goes to 0, because you can see n is n by v and lambda cube is given by this expression, and there is 1 by g also. As temperature goes to 0, in the denominator you have a very small number, so if you divide a number by a very small number, this whole term will be going to infinity. Now in this limit, the mean occupation number, the expression for the mean occupation number ennukondu uddeshikunathu, if you consider several energy levels, ഓരോ എനർജി ലെവലിലും എത്ര പാർട്ടിക്കിൾസ് ഓൺ ആൻ ആവറേജ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, സോ എൻ എപ്സിലോൺ മീൻസ് സപ്പോസ് യു ഹാവ് എൻ എനർജി ലെവൽ വിത്ത് energy epsilon, and n average n epsilon means the average number of particles occupying this energy level with the energy epsilon. Okay, so that is given by this expression. Okay, and we have already given this expression while we are discussing about thermodynamics of ideal Fermi system. Now this expression is 1 for epsilon less than mu 0 and 0 for epsilon greater than mu 0. So for that we have to define what is epsilon mu 0. Mu 0 is the chemical potential at temperature 0 Kelvin. 0 Kelvin ഉള്ള chemical potential ആണ് mu 0 എന്നുള്ളത്. ഇതെങ്ങനെയാണ് ഇത് 1 എന്ന് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഫോർ ദാറ്റ് യു ലുക്ക് അറ്റ് ദിസ് ടേം. ഇവിടെ നിങ്ങൾക്കുള്ളത് എപ്സിലോൺ മൈനസ് മ്യൂ ബൈ കെ ടി എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചർ 0ലേക്ക് പോകുന്നതോറും ഇവിടെ ഡിനോമിനേറ്റർ വളരെ ചെറിയൊരു നമ്പറാണുള്ളത്. അപ്പോൾ ഈ റേഷ്യോ എന്നുള്ളത് ഇറ്റ് വിൽ ബിക്കം എ ബിഗ് നമ്പർ ക്ലോസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, നൗ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്നുള്ളൊരു നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ എപ്സിലോൺ ലെസ് ദാൻ മ്യൂ 0, അറ്റ് അബ്സല്യൂട്ട് 0യിൽ ഇത് മ്യൂ 0 ആയിരിക്കും അല്ലേ. എപ്സിലോൺ ലെസ് ദാൻ മ്യൂ 0 ആണെങ്കിൽ ഇവിടെ ഇതൊരു നെഗറ്റീവ് സൈനാണ് വരിക അല്ലേ. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ. സോ യു വിൽ ഗെറ്റ് എ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളത് 0 ആണ്. 0 ആയതുകൊണ്ട് 1 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അങ്ങനെയാണ് എപ്സിലോൺ ലെസ് ദാൻ മ്യൂ 0 ആവുന്ന സമയത്ത് 1 വരുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ 0? എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ 0 എന്നാകുമ്പോൾ ഈ ക്വാണ്ടിറ്റി പ്ലസ് ആണ്. അപ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. ഇ റേസ് ടു ഇൻഫിനിറ്റി പ്ലസ് 1 എന്ന് പറഞ്ഞാലും ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എ ബിഗ് നമ്പറാണ്. അത് ദാറ്റ് വിൽ ബി 0, അപ്രോക്സിമേറ്റ്ലി 0. അങ്ങനെയാണ് ഇത് 1ഉം 0യും വരുന്നത്. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്ന് മനസ്സിലാവുന്നത് എനർജി മ്യൂ 0യെക്കാട്ടിലും കുറവുള്ള എല്ലാ എനർജി ലെവൽസും ഒക്യുപ്പൈഡ് ആയിരിക്കും. 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി, ആവറേജ് ഒക്യുപ്പേഷൻ നമ്പറാണ്. അതായത് ഒരു എനർജി ലെവലിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ആവറേജ് നമ്പറാണ്. ഓക്കെ, ആവറേജിന് അപ്പോൾ എല്ലാ എനർജി മ്യൂ 0യെക്കാട്ടിലും കുറവായിട്ടുള്ള എല്ലാ എനർജി ലെവലും ഒരു പാർട്ടിക്കിൾ വെച്ച് ഫില്ല് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എനർജി ഗ്രേറ്റർ ദാൻ മ്യൂ 0 ഉള്ളത് ഓൾവേസ് എംപ്റ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞ് അറ്റ് 0 കെൽവിൻ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ടെമ്പറേച്ചർ ക്ലോസ് ടു 0 ആണ്, അല്ലെങ്കിൽ ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റിലാണ്. 0 കെൽവിനിൽ ഓൾ സിംഗിൾ പാർട്ടിക്കിൾ സ്റ്റേറ്റ്സ് അപ് ടു എപ്സിലോൺ ഈക്വൽ ടു മ്യൂ 0. ഈ മ്യൂ 0 വാല്യൂ, കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ 0
വരെയുള്ള എല്ലാ എനർജി ലെവൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും വിത്ത് 1 പാർട്ടിക്കിൾ പെർ സ്റ്റേറ്റ്, while all other states with epsilon greater than mu 0 are empty എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ എപ്സിലോൺ 0, അതായത് മീൻ ഓക്യുപ്പേഷൻ നമ്പർ എപ്സിലോൺ, ഇവിടെ എക്സ് ആക്സിസിൽ എപ്സിലോൺ ആണ്, എനർജിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എപ്സിലോൺ ഈക്വൽ ടു mu 0 എനർജി വരെ ഉള്ളത് അതിൻ്റെ ഓക്യുപ്പേഷൻ നമ്പർ 1 ആണ്. സോ ദിസ് വിൽ ബി 1 ഇൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അബ്സല്യൂട്ട് 0യിൽ ഇത് എല്ലാം 1 ആയിരിക്കും, ഇതിന് മേലേക്കുള്ളതെല്ലാം 0 ആയിരിക്കും. സോ വിൽ ഗെറ്റ് എ സ്റ്റെപ്പ് ലൈക്ക് ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് വിൽ ബി എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി ടെമ്പറേച്ചർ കൂടുതലാണ്, 0 കെൽവിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ ഹയർ എനർജി ലെവലിലുള്ള പാർട്ടിക്കിൾസ് കുറച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് കുറച്ച് ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റും പോപ്പുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ലോവർ എനർജി ലെവലിലുള്ളതിൻ്റെയൊക്കെ ഓക്യുപ്പേഷൻ ഓൾമോസ്റ്റ് 1 ആണ്, ഹയർ ഉള്ളതിൽ കുറച്ച് ഓക്യുപ്പേഷൻ എന്ത് മാറിയിട്ട് ഇങ്ങനെയാണ്. ഇനി വീണ്ടും ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഈ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത്. Okay, so this is the graph which shows the occupation number as a function of energy. Okay, so at temperature 0 Kelvin എന്താ സംഭവിക്കുന്നത് വെച്ചാൽ യു ഹാവ് സെവറൽ എനർജി ലെവൽ എപ്സിലോൺ 0, എപ്സിലോൺ 1, എപ്സിലോൺ 2. അപ്പോൾ ഏതെങ്കിലും ഒരു എനർജി ലെവൽ ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്, എനർജി ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽ എപ്സിലോൺ 3 ആണെന്ന് വയ്ക്കുക, mu 0 ആണെന്ന് വയ്ക്കുക അതിൻ്റെ വാല്യൂ, അതായത് ദിസ് ഈസ് എ കെമിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് 0 കെൽവിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഇത്രയും പാർട്ടിക്കിൾസ് ഫിൽഡ് ആയിരിക്കും, ഇത്രയും എനർജി ലെവൽ സിംഗിൾ പാർട്ടിക്കിൾ വെച്ച് ഫിൽഡ് ആയിരിക്കും, അതിന് മേലേക്കുള്ള എല്ലാതും എംപ്റ്റി ആയിരിക്കും. ഓക്കെ, നോ ദ എനർജി ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഫിൽഡ് എനർജി ലെവൽ അറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു 0 കെൽവിൻ ഈസ് കോൾഡ് ഫെർമി എനർജി. ഈ ടോപ്പ് മോസ്റ്റ് ഫിൽഡ് എനർജി ലെവൽ, ഫിൽഡ് ആയിട്ടുള്ള ഏറ്റവും മേലെയുള്ള എനർജി ലെവൽ, അതിൻ്റെ എനർജിക്ക് പറയുന്ന പേരാണ് ഫെർമി എനർജി എന്ന് പറയും. ഫെർമി എനർജി എന്ന് പറയുന്നത് mu 0ക്ക് ഈക്വൽ ആയിരിക്കും, കെമിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് 0 കെൽവിൻ. ഓക്കെ, നൗ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനൊരു എക്സ്പ്രഷൻ കൂടി കണ്ടെത്താം. നമുക്കറിയാം അറ്റ് അബ്സല്യൂട്ട് 0യിൽ എപ്സിലോൺ എഫ്, ഇതാണ് എപ്സിലോൺ എഫ്, ഫെർമി എനർജി വരെയുള്ള ലെവൽസ് എല്ലാം സിംഗിൾ പാർട്ടിക്കിൾ വെച്ച് ഫിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എ എപ്സിലോൺ ഡി എപ്സിലോൺ ഇത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്, വിച്ച് വിൽ ഗീവ് യു ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ എനർജി എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ. എപ്സിലോണിനും എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോണിനും ഇടയ്ക്കുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനെ കാണിക്കുന്നതാണ്, അതായത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ് എ എപ്സിലോൺ ഡി എപ്സിലോൺ. അപ്പോൾ 0 മുതൽ എപ്സിലോൺ എഫ് വരെ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് നോക്കുക, എല്ലാ സ്റ്റേറ്റ്സും ഒരു പാർട്ടിക്കിൾ വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇവിടെ 0 മുതൽ എപ്സിലോൺ വരെ എഫ് വരെയുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, കാരണം ഓരോ സ്റ്റേറ്റും ഒരു പാർട്ടിക്കിൾ വെച്ചാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കാണണമെങ്കിൽ വി ഹാവ് ടു ഗോ ടു ദ എക്സ്പ്രഷൻ ഫോർ APdP, വിച്ച് ഈസ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് മൊമെൻറ്റം ബിറ്റ്വീൻ P ആൻഡ് P പ്ലസ് DP. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് G ഇൻറ്റു V 4πp² dp/h³. ഇത് ഐഡിയൽ ബോസിൻ്റെ കേസാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എഴുതുമ്പോൾ ഈ G ഫാക്ടർ ഉണ്ടാവില്ല, ഈ വെയിറ്റ് ഫാക്ടർ ഉണ്ടാവില്ല, അല്ലാത്തതിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണിത്. ഇനി ഈ എക്സ്പ്രഷനെ നമുക്ക് എനർജിയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് p²/2m എന്നുള്ളത് എപ്സിലോൺ ആയിട്ട് എടുത്തു. സോ ഇഫ് യു ടേക്ക് ദ ഡെറിവേറ്റീവ് 2p/dp = 2m d എപ്സിലോൺ. അപ്പോൾ ഇവിടുന്ന് 2 ക്യാൻസൽ ചെയ്ത് പോയി dp എന്നുള്ളത് m d എപ്സിലോൺ /√2m എപ്സിലോൺ വരും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ a എപ്സിലോൺ d എപ്സിലോൺ ഈക്വൽ ടു 4πp² എന്നുള്ള 2 എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, dpക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി, ഇവിടെ r⁻² വന്നു, ഇവിടെ ഒരു m ഉണ്ട്, ഇതിൽ നിന്നൊരു 2 എടുത്തിട്ട് ഇവിടെ ചേർക്കാം. അപ്പോൾ 2m × 2m⁻² എന്ന് 2m⁻³ അപ്പോൾ 2πv/h³ എന്ന് വരും. എപ്സിലോൺ ½ പുറത്തെടുക്കാം, ഡി എപ്സിലോൺ. ഇനി ഈ ഇൻ്റഗ്രലിൽ എ എപ്സിലോൺ ഡി എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് സിമ്പിൾ ഇൻ്റഗ്രലാണ്, കാര്യം എപ്സിലോൺ ½ എന്നുള്ളൊരു ടേം മാത്രമേ ഉള്ളൂ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ⁻³ എന്ന് വരും, /3/2. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3 എന്നാവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n. ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ലിമിറ്റ് 0 to എപ്സിലോൺ f വരെയാണ്.
അപ്പോൾ എപ്സിലോൺ എഫ് വരും, 0 എടുക്കുമ്പോൾ 0 ആയിരിക്കും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്നും എപ്സിലോൺ എഫിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും റൈസ് ടു 2/3 എടുക്കാം. ഇവിടെ റൈസ് ടു 2/3, ഇവിടെ 2/3 എടുക്കുമ്പോൾ 3 and 3 2 into you will get a epsilon f. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ h²/2m 3n/4πVg raised to 2/3 എന്ന് വരും. സോ ദിസ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഫെർമി എനർജി. ഇനി ഫെർമി എനർജി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, ഒരു ഫെമിലിയർ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. h²/2m ഇതാണ് നമുക്ക് ഉള്ള എക്സ്പ്രഷൻ. ഇപ്പോൾ ഇതിനെ ഇവിടെ എച്ച് ക്രോസ് എന്നാക്കണം. അപ്പോൾ എച്ച് ക്രോസ് എന്നാൽ h/2π ആണ്, h ക്രോസ് സ്ക്വയർ എന്നാക്കി. അപ്പോൾ അങ്ങനെ നമുക്ക് h² മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഒരു 2π² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ബാക്കിയുള്ളത് അതുപോലെ എഴുതി. ഇനി 2π² ഉള്ളിലേക്ക് എടുക്കണം. ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π² ഉള്ളിലേക്ക് പോകുമ്പോൾ 2π³ ആവും. കാരണം 2π³ റൈസ് ടു 2/3 എന്ന് പറയുമ്പോൾ ഈ 3 കട്ട് ചെയ്ത് പോയി 2π² കിട്ടും. ഓക്കെ, അപ്പോൾ 2π³ ഉള്ളിലേക്ക് പോയി. ഇനി ഇവിടെ നിന്ന് അപ്പോൾ 2³ π³ എന്ന് വരിക 8/4 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 വരും. 2 into 6 3 ചെയ്താൽ 6 വരും. ഇവിടെ π² ഉണ്ട്, ഒരു π ഉണ്ട്. ഇപ്പോൾ π³ ഉണ്ട്, ഡിനോമിനേറ്ററിൽ π ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ π² n/Vg എന്ന് വരും. ഓക്കെ, സോ ഫെർമി എനർജിയുടെ എക്സ്പ്രഷൻ ഫൈനലി h²/2m 6π² n(n)/g raised to 2/3 എന്ന് വരും. n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N/V ആണ്. Okay, now we want to find out an expression for the Fermi momentum. Fermi momentum ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് മൊമെൻറ്റം ബിറ്റ്വീൻ p ആൻഡ് p + dp എടുക്കാം. അത് pf വരെ ഫെർമി മൊമെൻറ്റം വരെ. ഫെർമി മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ഫീൽഡ് എനർജി ലെവലിൻ്റെ ഉള്ള പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റമാണ്. ഓക്കെ, സോ ദാറ്റ് ദിസ് ഷുഡ് ബി ഈക്വൽ ടു n. അപ്പോൾ APdPയുടെ എക്സ്പ്രഷൻ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ p² എന്നുള്ളൊരു ടേം ഉണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ p raised to 3/3 എന്ന് വരും, വിത്തിൻ ലിമിറ്റ് 0 to pf. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ pf³ എന്ന് വരും, ഈക്വൽ ടു n വരും. അവിടെ നിന്നും p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, h എന്നിട്ട് റേസ് ടു 1/3 എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും, 3n/4πVg raised to 1/3. ഓക്കെ, സോ ഇനി ദ കണക്ഷൻ ബിറ്റ്വീൻ എപ്സിലോൺ എഫ് ആൻഡ് pf, അതായത് നമ്മൾ സാധാരണ മൊമെൻറ്റവും എനർജി റിലേറ്റ് ചെയ്തിരിക്കുന്ന പോലെ p²/2m = എപ്സിലോൺ എഫ്, pf²/2m = എപ്സിലോൺ എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, now suppose we want to find out the 0 point energy of the ground state. ഓക്കെ, അപ്പോൾ എനർജി കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രൽ 0 to pf, എനർജിയുടെ വേരിയബിൾ p²/2m എടുത്തു. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് APdP. ഓക്കെ, കണ്ടുപിടിക്കേണ്ട വേരിയബിളും അതിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രൽ എടുക്കണം. ഓക്കെ, സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 to p²/2m APdPക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ p²ഉം p² ഉണ്ട്, p raised to 4 എന്നുള്ള ടേം വരും. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ് പുറത്തെടുക്കുക. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ pf raised to 5/5 എന്ന് വരും. അത് ചെയ്യുന്ന സമയത്ത് 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 2 കട്ട് ചെയ്ത് പോയി 2πGV/5 mh³ pf raised to 5 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് 0 point energy. 0 point energy നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. നമുക്കറിയാം APdP ചെയ്ത് കഴിഞ്ഞാൽ n കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് n ഒരു എക്സ്പ്രഷൻ എഴുതാം. കാര്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ APയിൽ p² ഉണ്ട്, p² ഇൻ്റഗ്രേറ്റ് ചെയ്ത് pf³/3 എന്നാണ് വരിക. ഈ n കൊണ്ട് ഈ 0/n ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന എക്സ്പ്രഷൻ 3/10 pf² എന്ന് വരും. ഓക്കെ, അപ്പോൾ 3/10 pf² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2m e epsilon f ആണ് ഫെർമി എനർജി. ഫൈനലി യു വിൽ ഗെറ്റ് 3/5 epsilon f. Okay, 3/5 epsilon f. Now suppose you want to find out the ground state pressure. നമുക്കറിയാം ഒരു ഫെർമി സിസ്റ്റത്തിന്, ഐഡിയൽ ഫെർമി സിസ്റ്റത്തിൻ്റെ പ്രഷർ ഞാൻ 2/3 ടൈംസ് ദ എനർജി ഡെൻസിറ്റി ആണ്. എനർജി ഡെൻസിറ്റി എന്നാൽ എനർജി ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ അതിനെ നമ്മൾ E/n × n/v എന്ന് എഴുതി.
ഓക്കെ. എന്നിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ E/V കിട്ടും. ഓക്കെ, E/Nൻ്റെ വാല്യൂ 3/5 എപ്സിലോൺ എഫ് ആണ് ഇൻറ്റു N/V. അപ്പോൾ 3 ക്യാൻസൽ ചെയ്ത് പോയി. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് പ്രഷർ എന്ന് പറയുന്നത് 2/5 N എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N/V എപ്സിലോൺ എഫ് എന്ന് വരും. ഓക്കെ, നൗ we can also define a temperature for the Fermi energy. Fermi energy is equal to K times the temperature of the system. Fermi temperature of the system. Fermi temperature എന്ന് പറഞ്ഞാൽ എപ്സിലോൺ എഫ് ഡിവൈഡഡ് ബൈ കെ എന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, hope you understood the video. Thank you.